ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല പണിയിട്ടാ, നല്ല തൊണ്ടവേദന. എല്ലാവരും ചോദിക്കരുത് എന്താണ് ലോങ് വീഡിയോ ഇടാത്ത, ചാനലൊക്കെ തിരിച്ച് കിട്ടിയിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടാത്തത് എന്താണെന്ന് ചോദിക്കരുത്. ഒന്നിങ്ങി വയ്യ, ഞാൻ തീരെ നല്ല ചുമയാണ്. കുറച്ച് ഞാൻ എടുത്ത് വെച്ച ഷോർട്ട്സുകളുണ്ടല്ലോ, അതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ ഇടലാണ് പതിവ്. അങ്ങനെ പഠിച്ചപ്പോൾ അതങ്ങനെ ഇടലാണ് പതിവ്. പിന്നെ കുറേ ആൾക്കാരെ പരാതിയാണ് ആരെ ലൈവിലും കാണുന്നില്ല എന്നുള്ള. പണ്ടത്തെ മാതിരി ഇതൊന്നും പക്ഷെ എൻ്റെ കണ്ണും മുഖമൊക്കെ കണ്ടാലും നിങ്ങൾക്കറിയാം വയ്യ, തീരെ എനിക്ക് തീരെ വയ്യ. ഛർദി എന്ന് വെച്ചാൽ ഭയങ്കര ഛർദിയാണ്, ചുമ, പനി, നല്ല ബോഡി പെയിനാണ്. രാവിലെ അത് എനിക്ക് തോന്നിപ്പോൾ 10:30 ഒക്കെ ആയിട്ടുണ്ടാവുന്നുണ്ട്. ഇപ്പം എണീച്ചിട്ട് ചായ കുടിച്ച് അപ്പത്തിന് കുറേ ഛർദിച്ച് അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലാണ്ട് ലോങ് വീഡിയോ പിന്നെ ഇതിൻ്റെ ഉള്ളിലല്ല ഇരിക്കണേ. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ലല്ലോ ലോങ് വീഡിയോയിൽ. അതാണ് ലോങ് വീഡിയോ ഇടാത്തത്. നമ്മൾ ഏതൊരു വിഷമത്തിലാണെങ്കിലും ഇതിലാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അത് വളരെയധികം സന്തോഷം ഉണ്ടാകുമെന്ന് ചിലർ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്നാലാണെങ്കിലും നമ്മളെ വിഷമം നമ്മളിപ്പോൾ വിളിച്ച് പറയുമ്പോഴാണെങ്കിലും ഒട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കാനൊരു ഇത് ഉണ്ടാവുമല്ലോ. ചില എനിക്കാണെങ്കിലും ഇപ്പം ഞാൻ ഒന്നുമല്ല, ഓരോ ഡോക്ടർമാരെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിലിരുന്നിട്ട് അവരൊക്കെ സംഭാഷണങ്ങൾ ഇങ്ങനെ വെറുതെ കാണില്ല, ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് അതിങ്ങനെ കേൾക്കും. ഇങ്ങനെ കുറേ നേരം മൊബൈലിൽ ഇങ്ങനെ നോക്കി നിൽക്കാനും പറ്റണില്ല. അപ്പം എല്ലാവരും ചോദിക്കും വെറുതെ ഇരിക്കല്ലോ ഇവൾക്ക് ഞങ്ങളെ ലൈവിലൊന്നും വരുന്നില്ല. ഇപ്പം ചാനൽ കിട്ടിയപ്പോൾ അതിൻ്റെ ചാനൽ കിട്ടുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച മുന്നേ ഞാൻ ആരെ ലൈവിലും പോകാണ്ടിരുന്നിരിക്കുന്നു. ആരെ ലൈവിലും അങ്ങനെ പോകില്ല. എന്നാലും എനിക്ക് തോന്നുന്നു കല്ലൂസിൻ്റെ ആണെങ്കിലും ഓരോരുത്തർ ലൈവിൽ പോയി ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരും, വരും. അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ആരോടും പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. വയ്യ, എൻ്റെ കോലം കണ്ടാലും മനസ്സിലാവും നന്നായി വണ്ണം വെച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ കിടന്നിട്ടാണെന്ന് തോന്നുന്നത്. നല്ല ബോഡി പെയിൻ എന്ന് വെച്ചാൽ നല്ല ബോഡി പെയിനാണ്. ചില തൊണ്ടുണ്ടല്ലോ ഇങ്ങനെ കിറക്കിറക്കിറക്കിറക്കിറക്കിറക്കിറക്കിറാന്ന്. എത്ര പ്രാവശ്യം ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി എന്നറിയില്ല. എത്ര മരുന്നിപ്പോൾ കഴിച്ച് മരുന്നിൻ്റെ അത്രത്തോളം മരുന്ന് വയ്ക്കുന്നു. പക്ഷെ ചുമ അങ്ങോട്ട് പെട്ടെന്ന് മാറുന്നില്ല. ബോഡി പെയിനാണെങ്കിൽ ഇങ്ങനെ കുത്തി ബോഡി പെയിന് അങ്ങനെയൊക്കെയാണ്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ആക്റ്റീവ് ആവണോ വേണ്ടയോ എന്നൊന്നും അറിയത്തില്ല. എല്ലാം പച്ച റബ്ബിൻ്റെ കയ്യിലാണ്. ശരിയാവുമായിരിക്കും, എല്ലാം പെട്ടെന്ന് ശരിയായി. ഇനി തിങ്കളാഴ്ചയാണ് ക്ലാസ് വെട്ടാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഓക്കെ, ബായ്, അസ്സലാം. അമ്മ, എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താ? ഇത് നോക്കി പറ. അത് കുഴപ്പമൊന്നുമില്ലമ്മ, റെക്കോർഡുണ്ടമ്മ. നാളെ ഫേമസ് ആവും. വാഷിംഗ് മെഷീനിൽ തിരുമ്പുന്ന എൻ്റെ സ്വന്തം ഉമ്മ പപ്പക്കായ തിന്നുന്ന മോള്.